ബിസിനസ്സിൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കാലാകാലമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കോമ്പറ്റീറ്ററിന്റെ മുകളിലേക്ക് നമുക്ക് ബിസിനസ് വളർത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്, ഒരു മാർക്കറ്റിംഗ് മെത്തേഡ് കൂടിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതിനായി നിരവധി ഓപ്ഷൻസുകൾ അവൈലബിൾ ആണ്. അതിൽ പ്രധാനപ്പെട്ടതും അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കൺസിഡർ ചെയ്യാനും ചാൻസ് ഉള്ള ഓപ്ഷൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു എക്സ്റ്റേണൽ ഏജൻസിക്ക് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒരു ഫ്രീലാൻസറിനെ ഹയർ ചെയ്യുക, അതും അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു കൺസൾട്ടേഷൻ എടുത്തിട്ട് നമ്മൾ തന്നെ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു കോമ്പിനേഷൻ. ഈ ഓരോ ഓപ്ഷൻസുകളുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പൊ നമ്മളൊരു എക്സ്റ്റേണൽ ഏജൻസിക്ക് നമ്മുടെ മാർക്കറ്റിംഗ് എൻറ്റയർലി കൊടുക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേർഡൻ ഫ്രീ ആയിരിക്കും. നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ബിസിനസ് കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാവുന്നതും ബിസിനസ് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ടൈം ചെലവഴിക്കാം എന്നതുമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നേരിട്ട് ചെയ്യുന്നില്ല, നമുക്ക് വേണ്ടി ഏജൻസിയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അവിടെ ഒരു പ്രൊഫഷണലിസം ഉണ്ടാവും. നിങ്ങളൊരു പ്രോപ്പർ കമ്പനിയെ കണ്ടുപിടിച്ച് അവർക്കാണ് കൊടുക്കുന്നതെങ്കിൽ അവരൊരു പ്രൊഫഷണലിസം നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യുന്നതാണ്. പലപ്പോഴും നമ്മുടെ ബിസിനസിന്റെ ഉള്ളിലുള്ള ടാക്ടിക്സുകൾ, മെത്തേഡുകൾ, സ്ട്രാറ്റജികൾ ഇതൊന്നും പുറത്തേക്ക് ലീക്ക് ചെയ്യാനുള്ള അവസ്ഥകൾ വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ പ്രൈവസി, ട്രസ്റ്റ് കാര്യങ്ങളെല്ലാം ഈ പറയുന്ന കമ്പനി നമുക്ക് എൻഷുർ ചെയ്യുന്നതാണ്. എന്നിരുന്നാൽ കൂടെ നമ്മൾ ഈ പറയുന്ന എക്സ്റ്റേണൽ ഏജൻസിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഈവൻ ദോ ദാറ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിരിക്കും. നമ്മൾ കുറച്ചധികം പേയ്മെന്റ് പേ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ അവർ മാനേജ് ചെയ്യുന്ന നൂറുകണക്കിന് കമ്പനികൾ ഒരു കമ്പനി മാത്രമായിരിക്കും നമ്മുടെ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു അറ്റൻഷൻ, ഡെഡിക്കേറ്റഡ് അറ്റൻഷൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും നമുക്കൊരു അൺഷുവർ ആയിട്ടുള്ള കാര്യമാണ്. ചില കമ്പനികൾ നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കമ്പനിനെ അനുസരിച്ചിരിക്കും. പിന്നെ ഒരു കാര്യം നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന കമ്പനികൾക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവർ ആ ഒരു ഡെഡ് ലൈൻ മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടാവുന്ന റിസൾട്ട് നമ്മൾ പേ ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യചിഹ്നമാണ്. പിന്നീട് നമ്മൾ നോക്കുന്ന ഒരു ഓപ്ഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് തന്നെ നമ്മൾ പഠിച്ചാലോ എന്നുള്ള ഒരു ധാരണയിലേക്ക് വരും. അപ്പൊ നമ്മൾ എന്താക്കും, ഓൺലൈനിൽ അല്ലെങ്കിൽ ഓഫ്ലൈനിൽ കോഴ്സുകളിലേക്ക് പോകും. കോഴ്സുകളിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു നോളജ് ആസ് എ ബിസിനസ് ഓണർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നും അതിനെക്കുറിച്ചുള്ള ഘടകങ്ങളും കാര്യങ്ങളും എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, അതിന്റെ ഫണ്ടമെന്റൽസ് എന്താണെന്നൊക്കെ ഉള്ള ഒരു നോളജ് നിങ്ങൾക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്നിരുന്നാൽ പോലും അവിടെയും ഉണ്ടാവും ഡിസഡ്വാൻറ്റേജ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം സമയം എന്താക്കണം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതിനായിട്ട് മാറ്റിവെക്കണം. ടൈം കൺസ്യൂമിംഗ് ആണ്. അതേപോലെ തന്നെ നമുക്ക് അവിടെ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനും പ്രൊഡക്റ്റിനും അനുസരിച്ചിട്ടുള്ള ഒരു ടൈലേർഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ പറയുന്ന ഓൺലൈൻ കോഴ്സുകളിൽ നിന്നോ ഓഫ്ലൈൻ കോഴ്സുകളിൽ നിന്നോ കിട്ടില്ല. കാരണം അവർ കോഴ്സുകൾ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ്സ് ജസ്റ്റ് ട്രാൻസ്ഫറിങ് ദ നോളജ്. ആ നോളജ് നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈമും അതേപോലെ തന്നെ സ്കില്ലും ആവശ്യമാണ്. ഇപ്പൊ നിങ്ങൾ ഒരു പോസ്റ്റ് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഇരുന്ന് പോസ്റ്റ് ഡിസൈനുള്ള ടൂൾ നിങ്ങൾക്ക് വേണം. അതിലിരുന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ, നിങ്ങളുടെ ബിസിനസ്സിന് അനുയോജ്യമായ പോസ്റ്റുകളും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇംപ്ലിമെന്റേഷൻ സ്കില്ലിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് അല്ലെങ്കിൽ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് വരുമ്പോഴത്തേനും ഒരു കാലം അല്ലെങ്കിൽ ഒരു സമയം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. ആ ഒരു ഡിലേയും ഉണ്ടാവും. ഇതാണ് ഒരു ടീച്ചിങ്ങിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. എന്നിരുന്നാലും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു മാർക്കറ്റിലെ ഒരു ട്രെൻഡ് എന്ന് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പല ബിസിനസ്സുകാരോടും നമ്മൾ സംസാരിക്കുമ്പോൾ, അതായത് മീഡിയം സൈസിലുള്ള ബിസിനസ്സുകാരുടെ കൺസേൺ ആയിട്ട് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം ഒരു ഏജൻസിനെ അപ്രോച്ച് ചെയ്യും, അവർ കൊടുത്തു നോക്കും, റിസൾട്ട് ഉണ്ടാവില്ല. പിന്നീട് അവർ സ്വന്തമായിട്ട് ഞാൻ തന്നെ പഠിച്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ വരും, പഠിച്ചതിന് ശേഷം അവർ ട്രൈ ചെയ്യും. ചിലരൊക്കെ സക്സസ് ആവുന്നുണ്ട്, ചിലർക്ക് 90% സക്സസ് ആവുന്നില്ല. പിന്നെ അവർ അടുത്തതായിട്ട് നോക്കുന്ന ഒരു ട്രെയിനിങ് എടുത്താലോ, കാരണം ഞാൻ തിയറി നോളജ് മാത്രമാണ് പഠിച്ചിട്ടുള്ളത്, ഇപ്പൊ ട്രെയിനിങ് എടുത്താലോ എന്നുള്ള ഒരു എന്താ പറയുന്നത് ഒരു പാറ്റേൺ ആണ് കണ്ടുവരുന്നത്. അപ്പൊ ട്രെയിനിങ് എടുക്കുമ്പോഴുള്ള നിങ്ങൾക്ക് കിട്ടാവുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ നോളജ് അവർ പറഞ്ഞുതരും. എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്, ഒരു CAD ക്യാമ്പയിൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അതിനെങ്ങനെ നമ്മുടെ ക്രിയേറ്റീവ് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം, ഓഡിയൻസ് സെറ്റ് ചെയ്യണം എന്നുള്ളൊരു ജനറൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. ഇരുന്നാൽ കൂടെ നിങ്ങൾക്ക് അവിടെയും ഉണ്ടാവുന്ന ഡ്രോബാക്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യണം. നിങ്ങളുടെ സമയം അവിടെ ചെലവഴിക്കേണ്ടതുണ്ട്. നിങ്ങൾ മൾട്ടിപ്പിൾ ആയിട്ട് നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളും ചെയ്യണം, അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കാര്യവും ചെയ്യുന്ന വരുമ്പോൾ ആ ഒരു ടൈം നിങ്ങൾ അലോക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നതെന്ന് പറയുന്നത്
ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമായിട്ട് പലപ്പോഴും വരാറുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യും, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് നോളജ് മനസ്സിലാക്കി ഒരു ചെറിയൊരു ജനറൽ ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രാക്ടിക്കലായിട്ട് നിങ്ങളുടെ ബിസിനസ് ടൈലേർഡ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്, ഏത് മീഡിയ മിക്സ് ഉപയോഗിക്കണം, എവിടെയാണ് പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ധാരണ ഇല്ലെങ്കിൽ നിങ്ങളുടെ ടൈം, എഫേർട്ട്, അതുപോലെ തന്നെ റിസോഴ്സ് എന്ന് പറയുന്നത് വേസ്റ്റ് ആയി പോകും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ഡ്രോബാക്സ് എന്ന് പറയുന്നത്. ബെനിഫിറ്റും ഉണ്ട്, ഡ്രോബാക്കും ഉണ്ട്. ഇനി അതിന്റെ മുകളിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു കാര്യമാണ് കൺസൾട്ടേഷൻ എടുക്കുക എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളെ പോലുള്ള മീഡിയം ലെവൽ കമ്പനികൾ എന്തുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റിംഗ് എക്സ്റ്റേണൽ ആയിട്ടുള്ള വലിയ വലിയ കമ്പനികൾക്ക് കൊടുക്കാൻ പറ്റാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പ്രീമിയം ക്ലയന്റ് തന്നെയാണ് കാറ്റർ ചെയ്യുന്നത്. അവിടെ നമുക്കൊരു ആക്സസിബിലിറ്റി കുറവായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് പേ ചെയ്യാനുള്ള പൈസ, അല്ലെങ്കിൽ അവരെ അഫോർഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമുക്ക് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബിസിനസ് സ്റ്റേജിൽ ഇല്ല. ഓക്കെ, എന്നാൽ അവർ കൊടുക്കുന്ന ഒരു പ്രൈം ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കമ്പനീൻ്റെ ഉള്ളിൽ കൺസൾട്ടന്റുകൾ ഉണ്ടാവും. ആ കൺസൾട്ടന്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ 100% അല്ലെങ്കിൽ 90% നമുക്ക് നല്ലൊരു റിസൾട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പലപ്പോഴും ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയിരിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികളും മീഡിയം ലെവൽ കമ്പനികൾക്കും ഈ ഒരു കൺസൾട്ടന്റ് ഉള്ളിൽ വെക്കുന്ന ഒരു എന്താ പറയുക, ഒരു ട്രഡീഷൻ വളരെ കുറവാണ്. അങ്ങനെ ഒരു മെത്തേഡ് നമ്മൾ കണ്ടുവരുന്നില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അഫോർഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇതാർക്കും അറിയില്ല ഇങ്ങനെ കൺസൾട്ടേഷൻ ഉണ്ടെങ്കിൽ ഇന്ന ബെനിഫിറ്റ് ഉണ്ടെന്ന്. അപ്പം ക്ലയന്റുകളും ഡിമാൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ശരിക്കും ബാധിക്കപ്പെടുന്നത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ക്ലയന്റുകളാണ് അവിടെ ബാധിക്കപ്പെടുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈം, നമ്മൾ അവർ ട്രസ്റ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ റിസൾട്ട് കിട്ടാത്തത് ഈ ഒരു കൺസൾട്ടേഷന്റെ അഭാവം കൊണ്ടാണ്. എന്താണ് കൺസൾട്ടേഷന്റെ ഇമ്പോർട്ടന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പല ഫീൽഡിലും കൺസൾട്ടേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വരുമ്പോഴത്തേനും കമ്പനികൾ കൺസൾട്ടേഷൻ കൊടുക്കുന്നില്ല. അതിന്റെ പലവിധമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇപ്പൊ മേജറായിട്ട് നോക്കുകയാണെങ്കിൽ ഇവരുടെ മെത്തേഡും സ്ട്രാറ്റജിയും കാര്യങ്ങളൊന്നും പുറത്ത് പോകണ്ട, ഇനി പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ആർക്കാണെങ്കിലും ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഒരു കൺസേൺ ഉണ്ടാവാം. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേ ചെയ്തിട്ട് ഒരാളെ വെക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്, അതും നമ്മുടെ ബിസിനസ് പരമായി നോക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണല്ലോ, അത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പലവിധ കാര്യങ്ങളുണ്ട്. എന്നാൽ നിങ്ങൾ ഒരു കൺസൾട്ടേഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചിങ്ങിൽ നിങ്ങൾക്ക് നോളജ് കിട്ടും, ട്രെയിനിങ്ങിൽ ജനറൽ ആയിട്ട് എങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷെ കൺസൾട്ടേഷനിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങളുടെ ബിസിനസ് എന്താണ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് സ്റ്റഡി ചെയ്യുകയും അത് ആരാണ് നിങ്ങളുടെ ഓഡിയൻസ് ആയിട്ടുള്ളത്, നിങ്ങളുടെ മാർക്കറ്റിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്, എവിടെ നിങ്ങളെ പൊസിഷൻ ചെയ്ത് ഏത് മീഡിയ മിക്സിൽ പൈസ ഇട്ടാലാണ് നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നത്, ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താണ് ചെയ്യേണ്ടത്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ എൻ്റെ ഗോൾ എന്താണ്, ആ ഗോളിലേക്ക് എങ്ങനെ നമുക്ക് എത്താം, അതും ചെലവ് ചുരുങ്ങിയ രീതിയിൽ എത്താന്നുള്ള ഒരു റോഡ് മാപ്പ് ആയിരിക്കും അവർ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. ഇതാണ് കൺസൾട്ടേഷന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് സ്ട്രാറ്റജി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും, പ്ലാനിങ് ഉണ്ടാവും, അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ള റിസോഴ്സിനനുസരിച്ചുള്ള ഒരു സ്ട്രാറ്റജിയും പ്ലാനിങ്ങും ആയിരിക്കും തരുന്നുണ്ടാവുക. ബട്ട് ഈ എക്സിക്യൂഷൻ എന്ന് പറയുന്ന പാർട്ട് വരുമ്പോഴത്തേനും അതും നിങ്ങളായിട്ട് ചെയ്യേണ്ടതാണ്. അതാണ് ആ ഒരു കൺസൾട്ടേഷൻ എടുക്കുമ്പോഴുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. സ്റ്റിൽ നമ്മൾ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യണം, നമ്മൾ അതിന് സമയം ചെലവാക്കണം, ആ ഇംപ്ലിമെന്റ് സ്കില്ല് നമ്മൾക്ക് ഉണ്ടാവണം. ബട്ട് നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരു ഗൈഡൻസ് കിട്ടും എന്നുള്ളതാണ് അവിടെ ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടാൻ പോകുന്ന ടൈം, റിസോഴ്സ്, എഫേർട്ട് എന്നീ പറയുന്ന കാര്യങ്ങളൊന്നും വേസ്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. പിന്നീട് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീലാൻസേഴ്സിനെ ഹയർ ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് ഫ്രീലാൻസറിനെ ഹയർ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഞാൻ ആദ്യം തന്നെ പറയാം. ഒരു ഫ്രീലാൻസർ ഒരു ഡൊമൈനിൽ മാത്രമായിരിക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസിഡർ ചെയ്യുമ്പോഴത്തേനും പ്രോപ്പറായിട്ടാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ 6 ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലുള്ള ഓരോ ഡൊമൈനുകളുണ്ട്, ഡിസൈനേഴ്സ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ക്രിയേറ്റീവ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിൽ വരുമ്പോൾ തന്നെ അവിടെ ഈ പറയുന്ന കൺസെപ്റ്റ് എടുത്തുകൊണ്ട് വരുന്ന ആർട്ട് ഡയറക്ടേഴ്സ്, ആർട്ട് ക്രിയേറ്റേഴ്സ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനേഴ്സ്, മോഷൻ ഗ്രാഫിക് ഡിസൈനേഴ്സ്, വീഡിയോ എഡിറ്റേഴ്സ്, വീഡിയോ പ്രൊഡക്ഷൻ യൂണിറ്റ്, അതുപോലെ തന്നെ പ്രസന്റർ, അതെല്ലാം കൂടെ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പറയുന്ന ക്രിയേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കുക, അതിൻ്റെ ഉള്ളിൽ തന്നെ എത്രത്തോളം പ്രൊഫഷണൽസുകൾ വരുന്നുണ്ടെന്ന്. ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഇത്രയും പ്രൊഫഷണൽ വരുന്നുണ്ട്. അപ്പോൾ ഈ 6 ഡിപ്പാർട്ട്മെന്റുകൾ സംയോജിപ്പിച്ച് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം സ്കിൽഫുൾ ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ വേണം എന്നുള്ളതും കൂടെ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്.
ഇപ്പൊ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രാൻഡിംഗ് ഉണ്ട്, വെബ്സൈറ്റ് SEO ഹാൻഡിൽ ചെയ്യുന്നവരുണ്ട്, പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്, CRM മാർക്കറ്റ് ടൂൾസ് ഹാൻഡിൽ ചെയ്യുന്നവർ, ഇതുപോലെ തന്നെ ക്രിയേറ്റീവ് ചെയ്യുന്നവർ, അങ്ങനെ നിരവധി ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പൊ നിങ്ങൾ ഫ്രീലാൻസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഓരോന്നിനും ഓരോ ഫ്രീലാൻസറിനെ കണ്ടെത്തേണ്ടതും അവരെ മാനേജ് ചെയ്യേണ്ട ആവശ്യകത വരുന്നുണ്ട്. സ്റ്റിൽ അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കാം നമ്മൾ ഫ്രീലാൻസേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ, കാരണം അവര് ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ബട്ട് ഇത്രയധികം ടാലന്റുകളെ നമ്മൾ ഓരോ ഫ്രീലാൻസേഴ്സിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള കോസ്റ്റ് കൊടുക്കാം. ഇല്ല ഒരാൾക്ക് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ തന്നെ അവർ ഒരു ദിവസം വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് മാക്സിമം 1-2 കമ്പനിയെ ആയിരിക്കും അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ഓൾറെഡി അവരെന്ത് ചെയ്യും, അവർ പണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ അവർക്ക് കമ്മിറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്നതിൽ അധികം കമ്പനികൾ എടുക്കുന്ന ഒരു ട്രെൻഡും പാറ്റേണും ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ പോവുകയാണെങ്കിലും അവിടെയും നമുക്ക് നഷ്ടങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഈവൻ ദോ ദാറ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യാം, നിങ്ങൾക്ക് ഈ പറയുന്ന ഫ്രീലാൻസറിന് മാത്രം മതി, ബാക്കിയുള്ളതെല്ലാം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നതിന് മാത്രം ചെയ്ത് അങ്ങനെയൊക്കെ ഒരു കോമ്പിനേഷൻ ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതൊക്കെ ഇറ്റ്സ് അപ് ടു യു. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൺ കമ്പനിയിൽ തന്നെ നമുക്കൊരു ഇൻ ഹൗസ് ആയിട്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിനെ തന്നെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കമ്പനിയിൽ നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ടീം തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തു പോകില്ല. അവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് തന്നെയായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അവർ പ്രൊഡക്റ്റ് നോളജ് എടുക്കുകയും അവർ മാക്സിമം ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കും, ബിസിനസ്സിൽ എന്താണ് നടക്കുന്നത്, മാർക്കറ്റിൽ എന്താണ് എന്നുള്ള ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ റിക്വയർമെന്റ് ചെയ്തിട്ടൊരു ടീം ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതായിരിക്കും മോസ്റ്റ് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഓപ്ഷൻ എന്ന് പറയുന്നത്. സ്റ്റിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ പരിഗണിക്കേണ്ടതുണ്ട്. അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി കോസ്റ്റ്ലി. നിങ്ങൾ പുറത്തൊരു എക്സ്റ്റേണൽ ഏജൻസിക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പണം നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയീസ് ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ട ബെനിഫിറ്റും കാര്യങ്ങളും നമ്മൾ അവിടെ എൻഷുർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഒരു രീതിയിലേക്ക് പോകുമ്പോഴത്തേക്ക് അതിന്റെ കോസ്റ്റ് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഹയറിംഗ് പ്രോസസ്, റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നതും ഇറ്റ് വിൽ ബി ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട്. കാരണം നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്തെടുത്ത് അവിടെ പൊസിഷൻ ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേനും നമ്മൾ അതിനൊരു ടൈം എടുക്കുന്നുണ്ട്. അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. ട്രെയിനിങ് കൊടുത്ത് വരുമ്പോഴത്തേനും എല്ലാം കൂടെ നമുക്കൊരു നല്ലൊരു ടീമായിട്ട് വരുമ്പോഴത്തേനും ഒരു ടൈം ഡിലേയും കൂടി ഉണ്ടാവും. അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇതൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യുവർ കമ്പനി. അങ്ങനെ ഇരിക്കുമ്പോൾ പോലും അവിടെയും ഒരു കൺസൾട്ടന്റിനെ നിങ്ങൾ സമീപിക്കേണ്ടതുണ്ട്. കാരണം ഓരോരോ ഡിപ്പാർട്ട്മെന്റ്, നിങ്ങളുടെ ബിസിനസ്സിന് എത്രത്തോളം ഡിപ്പാർട്ട്മെന്റുകൾ വേണം. ചില ബിസിനസ്സുകൾക്ക് ചില ഡിപ്പാർട്ട്മെന്റിൽ കുറച്ചാലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റ് ശരിക്കും ഉണ്ടാവണം. ഇതുണ്ടായാലേ കാര്യങ്ങൾ നടക്കൂ. അതിൽ തന്നെ എത്ര ആൾക്കാരെ നമുക്ക് വെക്കണം, ഏതൊക്കെ ടാലന്റുകളെയാണ് നമ്മൾ ഹയർ ചെയ്യേണ്ടത്, ഓരോ ടാലന്റുകൾ എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ വേണം, ഏത് ഒരു സ്ട്രാറ്റജി നമുക്ക് ഉപയോഗിക്കണം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കൺസൾട്ടന്റിനെ കണ്ടതിന് ശേഷം, ഒന്നിലധികമോ കൺസൾട്ടന്റുകളെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഇൻ ഹൗസ് ടീം ബിൽഡ് ചെയ്യാനായിട്ട് പോകാവുന്നതുമാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഓപ്ഷൻസുകൾ നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ഓപ്ഷൻസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളും പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, കാരണം നിങ്ങളുടെ ബിസിനസ് ആണ്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ ബിസിനസ് എവിടെയാണ് നിൽക്കുന്നത്. എന്നിട്ട് നോക്കുക ഈ പറയുന്ന ഓപ്ഷനുകളിൽ ഏതാണ് നിങ്ങളുടെ ബിസിനസ്സിന് സൂട്ടബിൾ ആയിട്ടുള്ളത്, അത് തിരഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ട് നിങ്ങളുടെ ബിസിനസ്സിന് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾ കണ്ടക്ട് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ചെറിയ ചെറിയ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാഫോ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയോ വന്നിട്ട് അത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇല്ല നിങ്ങൾക്ക് പേഴ്സണലായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങളോടും കൂടെ വ്യക്തത വേണം, കാരണം നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. അങ്ങനെ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.